വയനാട് മുത്തങ്ങ ബന്ദിപ്പൂർ വനപാതയിൽ ചരക്ക് വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാന. കർണാടക വനമേഖലയിലാണ് കൊമ്പന്റെ പരാക്രമം. ദൃശ്യങ്ങൾ 24 കിട്ടി. വണ്ടി കുടുങ്ങി കാട്ടില്. വരുമോ സുർജിത്ത് അയ്യപ്പത്താണ് വാർത്ത. സുർജിത്ത്, ചരക്ക് വാഹനത്തിൽ എന്ത് ചരക്കാണ് എന്ന് നോക്കിയതാണെന്ന് തോന്നുവാനാ. കാശ്മീർ ഇപ്പോൾ ഒരു ഗതികേടുണ്ട്. കാരണം ഈ വനപാതയിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ചരക്ക് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പങ്ക് ആനയ്ക്കും കൂടി കൊടുക്കണം എന്നുള്ളതാണ് ഒരു ഗതികേട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല, തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഈ വനപാതയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് കർണാടക വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്താണ് ഈ സംഭവം ഉള്ളത്. മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂരിലേക്ക് പോകുന്ന ആ വഴിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ ദൃശ്യമാണ്. ഇന്നലെ രാത്രിയിൽ ജാഫർ അടിപ്പരണ്ട എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ പകർത്തിയ ദൃശ്യമാണ് ഇത്. അദ്ദേഹമാണ് നമുക്ക് അയച്ചു തന്നത്. ഈ പച്ചക്കറിയും പഴവുമായി ഒക്കെ വരുന്ന ലോറികളെയാണ് ഇങ്ങനെ കാട്ടാനകൾ തടഞ്ഞിട്ട് അങ്ങനെ ആക്രമിക്കുന്നത്. ഇതിനുശേഷം നേരെ പിറകിലേക്ക് വന്ന് ഇത് തുറന്ന് അതിൽ നിന്ന് ചരക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് പഴങ്ങളായാലും പച്ചക്കറികളായാലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത് പറയുന്നുണ്ട്. ഈ കർണാടക വനംവകുപ്പാണ് ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തേണ്ടത്. കർണാടകയുടെ ഭാഗമായ പ്രദേശമാണ്. അതായത് മുത്തങ്ങ കഴിഞ്ഞ് അതിനുശേഷം കർണാടകയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കും, അവർ വരും, പടക്കം പൊട്ടിക്കും, അങ്ങനെ ഇവിടെ നിന്ന് മാറും. അതാണ് അവസ്ഥ. നിരന്തരം ഇങ്ങനെ വാഹനങ്ങൾക്ക് നേരെ ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായം ആ മേഖലയിലെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ. സുജിത്ത്, കക്ഷിക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ വളരെ അടുത്താണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും ഡ്രൈവറെ ആക്രമിക്കാനോ അല്ലെങ്കിൽ വണ്ടി ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനോ കൊമ്പ് കൊണ്ട് കുത്താനോ നോക്കുന്നില്ല. അതിനകത്ത് എന്താണോ കുറച്ച് ഫുഡ് കിട്ടുമോ നോക്കുക തോന്നുന്നു സുർജിത്ത്. തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നുള്ളൊരു ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇത് തുറന്ന് പരിശോധിച്ച് ഇങ്ങനെ വലിച്ചിട്ട് സാധനങ്ങൾ വലിച്ചിടുന്നു, അത് ഭക്ഷ്യയോഗ്യമെങ്കിൽ അത് കഴിക്കുന്നു, അതാണ് അവസ്ഥ. അത് ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഈ കർണാടകയിൽ നിന്ന്, അതായത് ഈ ഗുണ്ടൽപേട്ട് ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ചരക്ക് വ്യാപകമായി കൊണ്ടുവരും. അത് രാത്രിയാത്രാ നിരോധനമുള്ള പ്രദേശമാണിത്. അതായത് ഈ ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു കാഴ്ചയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്ന വിവരം. ഇങ്ങനെ ധാരാളം പഴങ്ങൾ, അതോടൊപ്പം തന്നെ പച്ചക്കറികൾ, ഇതെല്ലാം തന്നെ വയനാട് വഴി ചെക്ക് പോസ്റ്റ് വഴി മറ്റു ജില്ലകളിലേക്കെല്ലാം തന്നെ കടന്നു പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ ധാരാളം ചോളത്തിന്റെ തണ്ടുകളും കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ പുല്ലിന് പകരം ഈ കന്നുകാലികൾക്ക് നൽകാൻ വേണ്ടി ചോളത്തണ്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതും ഇതുപോലെ തന്നെ വലിച്ചിടുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ദൃശ്യം ഇങ്ങനെ വന്ന് മറ്റു ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഇങ്ങനെ സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഇത് തുടർച്ചയാണ് എന്നുള്ളതാണ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഹാഷ്മി. യെസ്, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തകൾ വരുന്നത്. ഇതാ ഇവിടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ എന്ന് ഹാൻഡിൽ ചോദിക്കുന്നുണ്ട്, ചരക്ക് വാഹനങ്ങളിൽ പടക്കം കരുതിക്കൂടെ പ്രതിരോധത്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. അതുവേണേൽ ആലോചിക്കാവുന്ന സംഗതിയാണെന്ന് തോന്നുന്നു. അതും എന്താണ് സുരക്ഷ മുൻനിർത്തി, അതിപ്പോൾ സ്ഥിരം സംഭവമാവുകയാണെങ്കിൽ.